ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചന്ന മസാലൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് ഒരു 2 മീഡിയം സൈസ് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് പെരിഞ്ജീരകവും ചെറിയ ജീരകവും 2 ജീരകവും അര സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ബേ ലീഫും ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് അപ്പം തന്നെ ഞാൻ സവോള ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ പോകുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ചെറിയ 2 തക്കാളി ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എടുത്ത് അത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി നന്നായി മിക്സായി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ ഫുള്ളില്ല, കുറച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ മെയിനായിട്ട് നല്ല ഫ്ലേവറിന് വേണ്ടി ഒരു പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തേ. പിന്നെ ചന്ന മസാല പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം മട്ടൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മണവും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇത് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആച്ചിയുടെ മട്ടൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ 8 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് കുക്കറിൽ വിസിലടിച്ച് വെച്ച കടലയാണ് കേട്ടോ. വേവിച്ച കടലയാണ്. അതിന് വേണ്ട ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിരുന്ന കടലയാണ്. അപ്പോൾ അതും കൂടി അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ചൂട് വെള്ളം കൂടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത്ര നേരം ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ കറി നന്നായി വറ്റി നമ്മുടെ പാകത്തിന് ആക്കിയെടുക്കുക കേട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കറി. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. കുറച്ച് മല്ലിയില കൂടി അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഇഷ്ടമാവും. നമ്മൾ ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ പലഹാരത്തിൻ്റെ കൂടെയും ഇഡ്ഡലി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും നൂലപ്പം ആപ്പത്തിനൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അവസാനം 2 പച്ചമുളകും കൂടി